കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തണം. ഇത് കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് കുടുംബാംഗത്തിന്റെ അഭ്യർത്ഥനയാണ്. എല്ലാവരും സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളെടുത്തും കേരള കോൺഗ്രസ് ജോസഫ് എല്ലാവരും അറിയിച്ചതാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം വളരെ ദയനീയമാണ്. ഇവിടെ ക്യാൻസർ വ്യാപനം, കുടിവെള്ള പ്രശ്നം, വെള്ളപ്പൊക്കം, അതോടൊപ്പം തന്നെ നെൽകാർഷികമേലെ പ്രശ്നം എല്ലാം നിങ്ങൾക്ക് കാണാം. കുറവിലങ്ങാട് കടുത്തുരുത്തിയിലെ പ്രധാനപ്പെട്ട കർഷക ഉടമകളെല്ലാം ഞങ്ങളുമായിട്ട് കുട്ടനാടുമായിട്ട് ബന്ധമുള്ളവരാണ്. അങ്ങനെ നല്ലൊരു കുട്ടനാടുമായിട്ട് ബന്ധമുള്ള ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സ്ഥലമാണ് ഈ കുറവിലങ്ങാടും കടുത്തുരുത്തിയില്ല. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം. ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ കുട്ടനാട്ടുകാരനായ ഒരു വ്യക്തി ഇവിടെ കടന്നു വരണം. ഇത് 3 കോടി രൂപയ്ക്കാണ് മോൻസ് ജോസഫ് ഈ സീറ്റ് കായംകുളം സ്വദേശിയായ ഒരു വ്യക്തിക്ക്, ഒരു പ്രവാസി വ്യവസായിക്ക് വിറ്റിരിക്കുന്നത്. അപ്പം അത്രമാത്രം സങ്കുച ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഈ മോൻസ് ജോസഫ്. നിങ്ങൾക്കെല്ലാം ഈ മാധ്യമങ്ങളെല്ലാം വന്നു, എന്നിട്ട് ഇതുവരെ മോൻസ് ജോസഫ് അത് നിഷേധിക്കാൻ കൂടി തയ്യാറായിട്ടില്ല. അപ്പം പണത്തിന് വേണ്ടി എന്ത് തോന്നിയാസം കാണിക്കാവുന്ന വ്യക്തിയാണ് മോൻസ് ജോസഫ്. അതോടൊപ്പം തന്നെ 2009 മോൻസ് ജോസഫ് PW മന്ത്രിയായിരുന്നപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളുടെ ബന്ധുവീട്ടിലൊക്കെ കുറേലങ്ങാട് അങ്ങോട്ടൊക്കെ വരണമെങ്കിൽ ഞങ്ങൾക്ക് കാവാലം പാലമാണ് വരേണ്ടത്. ഇദ്ദേഹം അനുവദിച്ചത് ഒരു പ്രാധാന്യമില്ലാത്ത ചമ്പക്കുളം പാലമാണ് അനുവദിച്ചിരിക്കുന്നത്. കാവാലം പാലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 15 വർഷം മുമ്പേ അനുവദിച്ചതെങ്കിൽ ഞങ്ങൾക്ക് കോട്ടയത്തോടെ പെട്ടെന്ന് വരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായേനെ. അപ്പം അതോടൊപ്പം തന്നെ മുൻ കുട്ടനാട് നശിപ്പിച്ച, കുട്ടനാട് 25 വർഷം MLA അദ്ദേഹം കുട്ടനാട്ടിലെ അശാസ്ത്രം നശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അപ്പം എനിക്ക് 30 വർഷം പൊതുപ്രവർത്തനം അറിയാവുന്നതുകൊണ്ട് യാതൊരു നേതൃഗുണമില്ലാത്ത വ്യക്തിയാണ് ഈ മോൻസ് ജോസഫ് ഇവിടെ MLA ആയിരിക്കുന്നു. അവിടെ കോൺഗ്രസ് കുടുംബങ്ങൾക്ക് ആരും കൂടി ഉയർത്തത്തില്ല. ഈ സങ്കുച ചിന്താഗതിയും ഈ നേതൃഗുണം യാതൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ പുതിയതായിട്ട് കടുത്തുരുത്തിയിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആൻ മേരിയ ജോർജ് വളരെ കഴിവുള്ളതായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ് നല്ല ഉയർത്തിക്കൊണ്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴിവില്ലാത്തവർ വന്നാൽ ഒരിക്കലും ഉയർത്തത്തില്ല. അപ്പോൾ ഏത് സ്ഥാനാർത്ഥിയാണ്? നിർമ്മല ജിമ്മിയെ ഞാൻ പ്രൊഫൈൽ കണ്ടു. വളരെ ഒരു സ്ഥാനാർത്ഥിയാണ്, മികച്ച സ്ഥാനാർത്ഥിയാണ് നിർമ്മല ജിമ്മി. അതോടൊപ്പം തന്നെ BDS NDAയുടെ സ്ഥാനാർത്ഥി ഒരു സുരേഷുമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കോൺഗ്രസ് കുടുംബാംഗങ്ങൾ നിങ്ങൾ ശക്തി തെളിയിക്കേണ്ടത് ഈ പ്രതിഷേധം കുട്ടനാട്ടിൽ ഞങ്ങൾ നോട്ടയ്ക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നോട്ടയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നിർമ്മല ജിമ്മി നമ്മുടെ യുവതി ഇപ്പം നേഴ്സിംഗ് മേഖലയിലെ പ്രശ്നങ്ങളെ, അതോടൊപ്പം തന്നെ ലൗചികാത പ്രശ്നം, കഴിഞ്ഞ ദിവസം ഒരു നേഴ്സ് മരണപ്പെട്ടു. അപ്പം ഇവർക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദം ഉയർത്താൻ നമ്മുടെ നിർമ്മല ജിമ്മിക്ക് കഴിയും. എനിക്കൊന്ന് ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു വോട്ട് കൂടി പാഴാക്കാതെ മോൻസ് ജോസഫിനെ നിങ്ങൾ പരാജയപ്പെടുത്തണം. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ മോൻസിനെ തോൽപ്പിക്കുവാണെങ്കിൽ തെരുവട്ടികളെ ഷെൽട്ടറേക്ക് മാറ്റാൻ വേണ്ടി സുപ്രീം കോടതി കക്ഷി ചേർന്ന് അത് എൻ്റെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് ഞാൻ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ മോൻസ് ജോസഫിനെ തോൽപ്പിക്കുവാണെങ്കിൽ അവിടെ അലിഞ്ഞു കിടക്കുന്ന എല്ലാ തെരുവട്ടികളെയും ഈ കുട്ടനാട്ടിൽ എൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ പരസ്യമായിട്ട് ഉറപ്പ് തരുന്നു. അതിൻ്റെ ഫയൽ നമ്പറൊക്കെ ഞാൻ ഇതിനോട് ഇടാം. അപ്പം നിങ്ങളെല്ലാം കൂടി സഹകരിക്കണം, മോൻസ് ജോസഫിനെ തോൽപ്പിക്കണം എന്ന് മാത്രം.